അടുത്തതായി സംസാരിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ KG ദിനേശൻ. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ പ്രതിഷേധ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ഡിവൈഎഫ്ഐ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജും ഇവിടെ സംസാരിച്ച ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് അഫ്സലും വളരെ വിശദമായി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ പേരാവൂരിലെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമാൻ സണ്ണി ജോസഫ് ഈ പേരാവൂരിലെ ജനങ്ങൾക്ക് മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ ഏക മന്ത്രി എന്ന നിലയിൽ കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾക്കും കേരളത്തിലാകെയുള്ള ജനങ്ങൾക്കും നാണക്കേടായി മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനായ ബെന്നി തോമസിനെ നിയമിച്ചതു മാത്രമല്ല ഇവിടെയുള്ള വിഷയം. ആ സംഭവം വിവാദമായതിനെ തുടർന്ന് രാജിവെച്ചത് ബെന്നി തോമസ് ആണ്. യഥാർത്ഥത്തിൽ ബെന്നി തോമസ് അല്ല നിയമവിരുദ്ധമായ സ്വജനപക്ഷപാതം നിറഞ്ഞ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത്. യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമായ സ്വജനപക്ഷപാതപരമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് ഈ പേരാവൂരിലെ MLAയും മന്ത്രിയുമായ ശ്രീമാൻ സണ്ണി ജോസഫാണ്. അപ്പോൾ രാജിവെക്കേണ്ടത് ആരാ? അപ്പോൾ രാജിവെക്കേണ്ടത് യഥാർത്ഥത്തിൽ സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫിനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ വിശേഷിപ്പിക്കുന്നത് കുടുംബ വിളക്ക് എന്നാണ്. ആ കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ആ കുടുംബത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും തന്റെ സഹപ്രവർത്തകരായ ഏത് കോൺഗ്രസുകാരെയും തള്ളിപ്പറയാനും മടിയില്ലാത്ത ഒരു കോൺഗ്രസിന്റെ നേതാവാണ് ശ്രീമാൻ സണ്ണി ജോസഫ് എന്നുള്ള കാര്യം ഈ നാട്ടിലെ കോൺഗ്രസുകാർക്കിടയിലുള്ള രഹസ്യമായ കാര്യമാണ്. നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എന്താ ഇപ്പോ കോൺഗ്രസുകാർ പ്രചരിപ്പിക്കുന്നത്? ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് അളിയനായതുകൊണ്ടല്ല, അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായതുകൊണ്ടാണെന്നാണ് പറയുന്നത്. സണ്ണി ജോസഫ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ നേതാവെന്ന പരിഗണനയിലാണ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിൽ ഈ കേരളത്തിലെ മറ്റേതെങ്കിലും കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ സ്റ്റാഫിലല്ലേ നിയമിക്കേണ്ടിയിരുന്നത്? അതിന് ന്യായീകരണമായി ഈ മന്ത്രി പറയുന്നത്, സണ്ണി ജോസഫ് പറയുന്നത്, എന്റെ ചില പ്രത്യേക കാര്യങ്ങൾ നിർവഹിക്കാൻ എനിക്ക് വിശ്വസ്തനായ ഒരാൾ വേണം, അതിനാണ് ഞാൻ എന്റെ അളിയനെ പ്രൈവറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് എന്ന നാണവും ഉരുമയുമില്ലാതെ ഒരു മന്ത്രി ഈ കേരളത്തിലെ ജനങ്ങളോട് പറയാണ്. അത് കേട്ടു നിൽക്കാൻ കേരളത്തിലെ കുറെ മാധ്യമങ്ങളും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു മന്ത്രി പറയാണ്, ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് കോൺഗ്രസിന്റെ പ്രാദേശികമായ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ ജില്ലാ ലെവലിലുള്ള സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ഇവരെല്ലാം ഉണ്ടായിരുന്നിട്ടും സ്വന്തം അളിയനെ മാത്രമേ തനിക്ക് വിശ്വാസമുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പുറകിലുള്ള അർത്ഥം എന്താണ് എന്ന് ഈ നാട്ടിലെ യഥാർത്ഥ കോൺഗ്രസിന്റെ ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അളിയനെ മാത്രം ബോധ്യപ്പെടുത്താൻ കഴിയുന്ന, അളിയനെ മാത്രം ഏൽപ്പിക്കാൻ കഴിയുന്ന എന്തോ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം 5 വർഷക്കാലം കൊണ്ട് നടത്താൻ ഈ മന്ത്രി തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബെന്നി തോമസിനെ കുറിച്ച് ഈ മന്ത്രി മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞ കാര്യം എന്താ? അദ്ദേഹം ഒരു പൊതുസമ്മതനായ നേതാവാണ്. അങ്ങനെയുണ്ടോ? ഉളിക്കലിൽ ഒരു പൊതുസമ്മതനായ നേതാവാണ് ശ്രീമാൻ ബെന്നി തോമസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പൊതുസമ്മതിയില്ല എന്ന് മാത്രമല്ല, ഉളിക്കലിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കിടയിൽ പോലും അദ്ദേഹത്തെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. ഈ ബെന്നി തോമസിന് തന്നെ അളിയനെന്ന പേരിൽ ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്താണ് എന്ന് ഇന്ന് നമ്മുടെ നാട്ടിലെ കോൺഗ്രസുകാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം ഉളിക്കൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി 2000 മുതൽ 2005 വരെയും 2010 മുതൽ 2015 വരെയും പഞ്ചായത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന കാലത്ത്
ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ പ്യൂൺ തസ്തികയിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്കണം, പഞ്ചായത്ത് പ്രസിഡന്റിന് ഓണറേറിയം വാങ്ങാം, പഞ്ചായത്ത് പ്രസിഡന്റിന് പ്യൂൺ എന്ന പേരുള്ള ശമ്പളം വാങ്ങാൻ കഴിയുമോ? 2020 മുതൽ 2025 വരെ ഉളിക്കൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചത് ഇതേ DCCയുടെ ജനറൽ സെക്രട്ടറിയായ ശ്രീമാൻ PC ഷാജിയാണ്. ആ PC ഷാജിക്ക് ലഭിക്കാത്ത ആനുകൂല്യം സണ്ണി ജോസഫിന്റെ അളിയനായതുകൊണ്ട് മാത്രം ബെന്നി തോമസിന് നൽകി എന്ന ആരോപണമാണ് ഉളിക്കലിലെ കോൺഗ്രസുകാർക്കിടയിൽ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. എന്നിട്ട് എന്താ പറയുന്നത്? എന്റെ അളിയൻ ഒരു പൊതുസമ്മതനായ നേതാവാണ്, എന്റെ അളിയൻ ജനകീയനായ നേതാവാണ് എന്ന നാണവും ഉരുമയില്ലാതെ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്ന ഒരു മന്ത്രിയായി ഈ നേതാവ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സണ്ണി ജോസഫ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ നേതാക്കൾ ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞു. എന്താണ് അദ്ദേഹം നടത്തിയിട്ടുള്ള സ്വജനപക്ഷപാതം? താൻ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ നാടിനെ സേവിക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ഒരു ജോലി കൊടുത്തു എന്ന് വിചാരിക്കുക. നമ്മൾ അതിനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ പ്രയാസങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഭാര്യക്കോ മക്കൾക്കോ ഒരാൾക്ക് ജോലി കൊടുത്താൽ അതിനെയൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ ആക്ഷേപിക്കില്ല. എന്നാൽ എന്താ ഉണ്ടായത്? സണ്ണി ജോസഫിന്റെ സഹോദരന്മാർ സഹോദരിമാർ, സണ്ണി ജോസഫിന്റെ ഭാര്യയുടെ സഹോദരന്മാർ സഹോദരിമാർ ഉൾപ്പെടെ 10 പേരെ ഈ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ മാറി മാറി നിയമിച്ചയാളാണ് സണ്ണി ജോസഫ്. ഈ സണ്ണി ജോസഫ് തന്നെ ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിരിക്കെ 1985 മുതൽ 90 വരെ ആ ബാങ്കിന്റെ പ്രസിഡന്റായിരിക്കെ 8 പേരെ നിയമിച്ചത് കിഴി വാങ്ങിയിട്ടാണ് എന്ന ആരോപണം ഉളിക്കലിലെ കോൺഗ്രസുകാർക്കിടയിലെ രഹസ്യമായ പരസ്യമാണ്. കിഴി വാങ്ങി നിയമിച്ചയാളാണ്. ഈ പേരാവൂർ മണ്ഡലത്തിലെ പൊതുസമ്മതനായ നേതാവ്, ഈ പേരാവൂർ മണ്ഡലത്തിലെ സർവസമ്മതനായ നേതാവ് എന്ന് ഇവിടെയുള്ള മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ സണ്ണി ജോസഫ് 1985 മുതൽ 90 വരെ പ്രാദേശിക കോൺഗ്രസിന്റെ നേതാവായിരിക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ താൻ പ്രസിഡന്റായ ബാങ്കിനകത്ത് 8 പേരെ നിയമിച്ച് അവരോട് കിഴിവാങ്ങിയ കോൺഗ്രസ് നേതാവ് എന്ന ആക്ഷേപത്തിന് അന്ന് പാത്രമായ നേതാവാണ് ഇന്ന് പൊതുസമ്മതനായ MLA, പൊതുസമ്മതനായ മന്ത്രി, പൊതുസമ്മതനായ ബെന്നി തോമസിന്റെ അളിയൻ എന്ന വിശേഷണത്തിന് അർഹനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടെയുള്ള സണ്ണി ജോസഫിനെ പോലെ ബെന്നി തോമസിനെ പോലുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെയ്യുന്ന നിയമവിരുദ്ധമായ സ്വജനപക്ഷപാതപരമായ അഴിമതി നിറഞ്ഞ പ്രവർത്തനങ്ങളെ വെള്ളപൂശാൻ ഇവിടെ ഒരു വിഭാഗം മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും രംഗത്ത് അല്ലേ? ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു, വ്യാജരേഖ ചമച്ച കുറ്റത്തിന്റെ പേരിൽ ആ ആരോപണം ഉന്നയിച്ചുകൊണ്ട് SFIയുടെ പ്രകടനത്തിൽ മാത്രം പങ്കെടുത്ത ഒരു പെൺകുട്ടിയെ ഈ കേരളത്തിൽ എങ്ങനെയാ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തത് നമുക്കറിയാം, നമുക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഈ സണ്ണി ജോസഫ് തന്റെ മകൾക്ക് നിയമനം ലഭിക്കാൻ, ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള നിയമനം ലഭിക്കാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കണ്ണൂരിലെ മിക്കോ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വ്യാജ സീലും ലെറ്റർ പാഡും ഉണ്ടാക്കി അതിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് തന്റെ മകൾക്ക് ഉയർന്ന ശമ്പളത്തിലുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് പ്രമോഷൻ വാങ്ങിക്കൊടുത്തത്. അപ്പൊ ഇപ്പൊ ചോദിക്കും, അത് 2017 എപ്പോഴാണ് ഇത് പുറത്തു വന്നത്? ആ ബാങ്കിനകത്തുള്ള ക്രമക്കേടിന്റെ ഭാഗമായി ആ ബാങ്കിലെ ഭരണസമിതി പിരിച്ചുവിട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നപ്പോഴാണ് ഈ 2026 ആദ്യ മാസങ്ങളിലാണ് ഈ കളവ് പുറത്തു വന്നത്. അതായത് അവിടെ ഒളിപ്പിച്ചു വെച്ചതാണ് ഈ രേഖ, അവിടെ ഒളിപ്പിച്ചു വെച്ചതാണ് ഈ രേഖ. ഇപ്പോൾ പുറത്തു വന്നു 2026 കേരളത്തിലെ പോലീസ് മേധാവിയുടെ മേശപ്പുറത്ത് പരാതിയിരിക്കുകയാണ്. എന്താണ് ആ പരാതിയിൽ നടപടി സ്വീകരിക്കാത്തത്?
അപ്പോൾ മകളുടെ ജോലിക്ക് വേണ്ടി വ്യാജരേഖ ചമച്ച മന്ത്രിക്കെതിരായി കേസെടുക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ ഇത് ചെറിയ കളിയല്ല. അപ്പോൾ ബെന്നി തോമസിനെ പുറത്താക്കിയത് കൊണ്ട്, എന്തിനാ ബെന്നി തോമസിനെ പുറത്താക്കിയത്? ബെന്നി തോമസിനെ അടിയന്തരമായി നീക്കിയില്ലെങ്കിൽ സണ്ണി ജോസഫ് നടത്തിയിട്ടുള്ള എല്ലാ വ്യാജ നിയമനങ്ങളുടെയും കഥകൾ ഈ നാടിനകത്ത് ചർച്ച ചെയ്യപ്പെടും എന്ന സാഹചര്യം ഉണ്ടായപ്പോ അളിയനെ തൽക്കാലത്തേക്ക് രാജിവെപ്പിച്ച് പ്രശ്നം ഒതുക്കാൻ നോക്കി. അങ്ങനെ തീരുന്ന പ്രശ്നമല്ല. ഈ നാട്ടിലെ മന്ത്രി, ഈ നാട്ടിലെ പൊതുസേവകനായ ഒരു MLA ആയ മന്ത്രിയായ വ്യക്തി ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയണം. ഈ നാട്ടിലെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സണ്ണി ജോസഫിനെ വിജയിപ്പിക്കാൻ അഹോരാത്രം പണിയെടുത്ത ലീഗിന്റെയും പ്രവർത്തകന്മാർ ഇതിന് മറുപടി പറയാൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ ഈ മന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് DYFI ഈ വിഷയം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രതിഷേധ സദസ്സിന് നന്ദി പറയുന്നതിന് വേണ്ടി DYFI ഇരിട്ടി ബ്ലോക്ക് പ്രസിഡന്റ് അനീഷൻ ശ്രമിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരളത്തിലെ സ്വജനപക്ഷക്കാരനായ വൈദ്യുതി വകുപ്പ് മന്ത്രി രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് DYFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. തൻ്റെ കുടുംബക്കാരെ മാത്രം, സ്വന്തക്കാരെ മാത്രം വിവിധ തസ്തികകളിലേക്ക് സ്വാർത്ഥ താല്പര്യത്തോടുകൂടി നിയമിതരാക്കി നാട്ടിലെ ജനങ്ങളെയാകെ വഞ്ചിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ള കേരളത്തിലെ MLAയും മന്ത്രിയുമായ സണ്ണി ജോസഫ് രാജിവെക്കുക എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ ഈ പ്രതിഷേധ കൂട്ടായ്മയോട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സഖാവ് VK സനോജ്, ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്ന DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KB സക്കീർ ഹുസൈൻ, അഡ്വക്കേറ്റ് KG ദിലീപ്, മുഹമ്മദ് അഫ്സൽ, TV ബിനോയ്, സനീഷ്, സിദ്ധാർത്ഥ ദാസ് ഉൾപ്പെടെയുള്ള ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരും സഖാക്കൾക്കും ഉൾപ്പെടെ DYFI ബ്ലോക്ക് കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധ കൂട്ടായ്മ അവസാനിച്ചതായി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലോകകപ്പ് ഫുട്ബോൾ വിളംബരത്തോടനുബന്ധിച്ചുള്ള DJ റാലിയാണ്. മുഴുവൻ ആളുകളും ഈ റാലിയിൽ പങ്കെടുക്കുന്ന പല ഫുട്ബോൾ പ്രേമികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും അണിനിരക്കണം.